ഇന്ന് പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ ഒരു പെൺവാണിക സംഘം തന്നെ ഉണ്ട് എന്നൊക്കെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇന്ന് പൊതു കൺവെൻഷനിൽ പ്രസംഗിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പൊതു കൺവെൻഷനിലോ മാധ്യമ മീറ്റിങ്ങിലോ ഇന്റർവ്യൂകളിലോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പോഴും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഒരു സ്ത്രീയാണ് എന്ന ബഹുമാനം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഒപ്പത്തിനൊപ്പം യാതൊന്നും പറയാതിരിക്കുന്നതും ഞാൻ പലതിനും ഉത്തരം പറയാതിരിക്കുന്നത്. അവർക്ക് പറയാനുള്ളതെല്ലാം ഇത്തരത്തിൽ ആരോപണങ്ങളായി പറയുന്നതെല്ലാം പറയട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അവർക്ക് എലക്ഷൻ തോക്കാനുള്ളൊരു ഗിമ്മിക്സ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ. ആരെലക്ഷൻ നോക്കാൻ അവർ അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഒരു തെറ്റ് വഴിയിൽ ഒരാൾ തടഞ്ഞു കഴിയുമ്പം അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ആ ചെയ്യുന്നത് മോശമായി പോയി എന്ന് പറയുന്നതിന് പകരം ഇത്രയും വലിയൊരു ആരോപണം ചെയ്യുന്നത്. പക്ഷെ അവർ പറയുന്ന അമ്മമാർ തടഞ്ഞു എന്നൊക്കെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ചിട്ട് അമ്മമാർ തടഞ്ഞു എന്നാണ് അവർ വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇവരുടെ പാർട്ടിയിൽപ്പെട്ട അമ്മമാരാണല്ലോ. എൻ്റെ കൂടെയും വേറെ അമ്മമാരുണ്ടായിരുന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എത്ര അമ്മമാരാണ് എൻ്റെ കൂടെ വന്നത്. ഞാൻ ഈ മണ്ഡലം മുഴുവൻ ഇറങ്ങി നടക്കുന്നില്ല. എത്ര അമ്മമാർ എനിക്ക് ചോറ് വിളമ്പി തരുന്നു, എത്ര പേര് സ്നേഹത്തോടെ പെരുമാറുന്നു, എത്ര പേര് വീട്ടിലേക്ക് വിളിക്കുന്നു, മകനെ പോലെ കാണുന്നു. ഇതെല്ലാം അമ്മമാരല്ലേ. ഇവരുടെ എല്ലാം സ്നേഹം ആവോളം കിട്ടുന്നുണ്ടല്ലോ എനിക്ക്. അപ്പോൾ ഈ ഒരു ഇവരുടെ കുറിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നമല്ല. പിന്നെ ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ മാത്രം ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതാണ് പറയുന്നത്. എനിക്ക് വേറെ വിഷയങ്ങളുണ്ട്. എനിക്ക് വേറെ ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളോട് സംസാരിക്കാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളിൽ നിന്ന് കേൾക്കാനുണ്ട്. ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത് ശരിയല്ലെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴും നമ്മളിത് ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം ഈ പരാതി എന്തിനാണ് കൊടുത്തിട്ടുള്ളതെന്നും എന്താണ് അതിൻ്റെ പിന്നിലെന്നും ഈ എന്നെ തടയുന്ന വിഷയം ഉണ്ടാകുന്നതിന് ഇല്ലാതിരുന്നൊരു വിഷയം ഉണ്ടാക്കി പറയുകയാണ്. അപ്പം എന്താ പറയുക, പറഞ്ഞോട്ടെ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം പ്രചാരണത്തിന് കൊലപാതക കേസിൽ പ്രതിയായ ഒരു വ്യക്തി കണ്ടിരുന്നു. അപ്പോൾ അത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു എന്ന് അറിയാൻ കഴിഞ്ഞത്. അറിയാൻ കഴിഞ്ഞല്ലോ, ഞാൻ കണ്ടില്ല. അങ്ങനെ ആ കൊലപാതക കേസിലെ പ്രതിയായ വ്യക്തിയല്ലേ? അറിയില്ല. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ചുറ്റും ഏകദേശം ഇത്ര ആൾക്കാർ നിൽക്കുന്നില്ലേ. ഇതിൽ ആരൊക്കെ എന്തൊക്കെ ഇതിന് മുമ്പുള്ള കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ചിലപ്പോൾ ഈ സ്റ്റില്ല് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നാളെ പറഞ്ഞാൽ എനിക്കറിയില്ലല്ലോ. കേവലം സ്റ്റില്ലല്ല, കൂടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. നടന്നതിന്റെ സ്റ്റില്ലാണത്. തൊട്ടടുത്താണ് നിൽക്കുന്നത്. അതെ, തൊട്ടടുത്താണ്. അത് വടക്കന്തറ ക്ഷേത്രത്തിലുണ്ട്. ആ സ്ഥാനാർത്ഥി തടഞ്ഞു പറയുന്ന സ്ഥലത്തുണ്ട്. അല്ല, സ്ഥാനാർത്ഥി തടഞ്ഞു പറയുന്ന സമയത്ത് സ്ഥാനാർത്ഥിയെ തടഞ്ഞു സംബന്ധിച്ച് ഞാൻ ഈ പാലക്കാട്ടേക്ക് വരുമ്പോൾ കണ്ട ആദ്യത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് എൻ ഡി എയുടെ ഒരു ഫ്ലക്സ് ആയിരുന്നു. മടുത്തു വിവാദ രാഷ്ട്രീയം, നമുക്ക് വികസനം സംസാരിക്കാം എന്നും പറഞ്ഞാൽ തുടങ്ങിയത്. മാറാത്തത് മാറും, ഒന്നും മാറിയിട്ടില്ല. വികസനത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. എങ്ങനെ വിവാദമുണ്ടാക്കാം, എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രം നോക്കിയാണ് ഇരിക്കുന്നത്. വളരെ മാന്യമായി ഏറ്റവും കൃത്യമായി ആരെയും മോശം പറയാതെ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന എന്നെ വഴിയിൽ തടയുകയും തടഞ്ഞതൊരു സ്ത്രീയാണ് എന്ന കാരണം കൊണ്ട് മറുപടി ഒരു അക്ഷരം മിണ്ടാതെ കൈ പുറകിട്ട് നിന്ന് അങ്ങനെ ഞാൻ പോവുകയും ചെയ്ത ശേഷവും ഒന്നും കിട്ടുന്നില്ല. പഴയ കാര്യങ്ങൾ അതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന കാര്യങ്ങൾ എടുത്തു വന്നു ഞാൻ സ്ത്രീ വിദ്വേഷ പരാമർശം നടത്തിയതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാകും ഇത് ഒരു കെട്ടിച്ചമച്ച കേസ് എന്നുള്ളതിനപ്പുറം ഇതിനകത്ത് ഒന്നും തന്നെയില്ല. എങ്ങനെയാണ് ഞാൻ എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല കുറേ ദിവസം ിരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചൂഷണം ചെയ്യപ്പെട്ടവർക്ക് നീതി കിട്ടണം, കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം, എപ്പോഴും ഇരകളോടൊപ്പം തന്നെയാണ്, അതാണ് എൻ്റെ നിലപാടെന്ന് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു അല്ല അത് സിനിമ ഫീൽഡിൽ തന്നെയുള്ള ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരേ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യത്തിനും ഞാൻ അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്നെനിക്കറിയില്ല. അതാണ് വാചകം. ഞാൻ അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്നെനിക്കറിയില്ല എന്നുള്ളതാണ് വാചകം. അതിലൊന്നും അങ്ങനെ സ്ത്രീത്വത്തെ നിറയെ കൊടുത്തു വിടാം. ഇപ്പൊ ഉള്ളത് വിഷ്ണുട്ടടുത്ത് വാങ്ങിക്കോട്ടെ. ചായക്കട നഷ്ടപാടിന്റെ ചായക്കട ചോദിക്കാൻ നോക്കി അറിയില്ല. എല്ലാ പ്രവർത്തകരും തുറന്ന വാഹനത്തിനും പിന്നിൽ 2 വരിയായി 2 വീലറുകൾ അണിനിരത്തണം. ഈ അനൗൺസ്മെന്റ് വണ്ടിക്കും ഫ്രണ്ടിലെ തുറന്ന വണ്ടിക്കും ഒലവക്കോട്
ഞാൻ ചെയ്യൂടെ കയ്യിൽ നമ്മൾ ഞാനും കൈയറികാലത്തിൽ ഹൃദയാംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളുമെല്ലാം തനിക്കനുകൂലമായി രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയങ്ങൾ കീഴടക്കി പാലക്കാടിന്റെ നിങ്ങൾ ബാബാന്ന് വിളിക്കല്ലേ പ്ലീസ്. നമ്മൾ എത്താൻ വൈകി പോകുമ്പോൾ അത് ആ അത് പിന്നെ നിങ്ങൾക്ക് റെഡിയല്ലേ? ഉറപ്പല്ലേ? രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി രമേശ് പിഷാരടി ഇത് പിന്നൊരു ദിവസം പിന്നൊരു ദിവസം ഫുള്ളല്ല ഞാനവിടെ പറയുന്നത് ഞാനും സ്ഥാനാർത്ഥി നാളെ രാവിലെ 7 മണിക്കുണ്ടാവും. മനസ്സിലായോ? ഇവിടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഫോട്ടോ എടുത്തിട്ടാ പേര് പെട്ടെന്ന് വന്നാലേ അംഗീകാരങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു പ്രിയമുള്ളവരെ രമേശ് പിഷാരടി. ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി UDFന്റെ സമുന്നതരായ നേതാക്കളുടെ അകമ്പടിയോടുകൂടി കൈയാകുന്ന തിരഞ്ഞെടുപ്പ് അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ മനസ്സാക്ഷിയുടെ